കൊച്ചിയിൽ യുവനടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തുടങ്ങുകയാണ്. ചലച്ചിത്ര നടൻ ദിലീപ് ഉൾപ്പെടെ 9 പേർ ഈ കേസിലുണ്ട് പ്രതികളായിട്ട്. കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളുമായി ബന്ധപ്പെട്ട് അന്തിമവാദത്തിന് കൂടുതൽ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുമെന്നറിയുന്നു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി തത്സമയം ചേരുകയാണ്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ കോടതി, സുപ്രീം കോടതിയൊക്കെ ഈ കേസ് തീർക്കുന്നതിൻ്റെ സമയം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തിരി വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ പോവുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ കേസിൽ ഇന്ന് അന്തിമവാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പക്ഷേ ഈ അന്തിമവാദത്തിലേക്ക് പോകുമ്പോഴും ഇതിന് കുറേയധികം നടപടിക്രമങ്ങളുണ്ട്. പെട്ടെന്ന് ഇത് തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ. എന്തായാലും ഇതിൽ വിധി പ്രസ്താവം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു 2-2.5 മാസം വൈകി തന്നെ വിധി പ്രസ്താവം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുള്ളൂ. ഫെബ്രുവരി എങ്കിലും ആകും ഇതിൽ വിധി പ്രസ്താവം വരാൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അനുമാനം. കാരണം അതിൻ്റെ നടപടിക്രമങ്ങൾ പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും അത് മനസ്സിലാകും. അതായത് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇതിൻ്റെ അന്തിമഘട്ട വിചാരണ നടപടികൾ ആരംഭിക്കും. ഇന്ന് ആരംഭിക്കുന്ന പ്രോസിക്യൂഷൻ വാദം തന്നെ ഏകദേശം 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ 2 ആഴ്ചക്കാലത്തിനിടയിൽ തന്നെ കോടതിയിൽ വെക്കേഷൻ വന്നു പോകുകയും ചെയ്യും. ആ സമയത്ത് ഇത് കണ്ടിന്യൂസ് ഒരു വാദം ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. മറ്റൊന്ന്, കേസിലെ പ്രതിഭാഗം വാദം ഈ 2 ആഴ്ചത്തെ അന്തിമവാദത്തിന് ശേഷം കേസിലെ പ്രതിഭാഗത്തിന്റെ വാദം ആരംഭിക്കണം. അതും കുറച്ചധികം നാൾ ഉണ്ടാകും. അവർക്ക് തെളിവ് ഹാജരാക്കാൻ കാണും, രേഖകൾ ഹാജരാക്കാൻ കാണും, അവർക്ക് മറുവാദങ്ങൾ ഉന്നയിക്കാൻ കാണും. അതെല്ലാം കഴിയാൻ വേണ്ടി എന്തായാലും അതിന് കുറച്ചധികം സമയമെടുക്കും. ജനുവരി മധ്യത്തോടെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി കേസ് വിധി പറയാൻ മാറ്റും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ജനുവരി മധ്യത്തോടെ വിധി പറയാൻ മാറ്റിയാലും വിധി എഴുതാനുള്ള സമയം വേണം. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ഒരു ഫെബ്രുവരി എങ്കിലും ആകും ഇതിൽ വിധി പറയാൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അനുമാനം. വളരെ വേഗം കേസ് നീങ്ങട്ടെ എന്ന് ആശിക്കാം. മുൻപൊക്കെ തന്നെ ഇതേപോലെ തന്നെ നമ്മൾ വളരെ വേഗം കേസ് തീരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നീണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പക്ഷേ ഇക്കുറി അത് ഉണ്ടാകില്ല എന്ന് നമുക്ക് കരുതുകയും ചെയ്യാം. അതേസമയം ഈ കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ 9 പ്രതികളാണ് ഇപ്പോഴുള്ളത്. നടൻ ദിലീപ് കേസിൽ 8ാം പ്രതിയാണ്. ഇതിൽ ഗൂഢാലോചന കേസിലാണ് ദിലീപ് പ്രതിയായിട്ടുള്ളത്. കൊട്ടേഷന്റെ ഭാഗമായി ബലാത്സംഗ കുറ്റകൃത്യം നടപ്പാക്കിയ പൾസർ സുനിയാണ് കേസിലെ 1ാം പ്രതി. 2017 ഫെബ്രുവരി 17-നാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് ഈ യുവനടി ആക്രമിക്കപ്പെട്ടത്. അവർക്ക് നേരെ ഈ പൾസർ സുനിയുടെ നേതൃത്വത്തിൽ ആക്രമണമുണ്ടായത്. 2018 മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിക്കുകയും ചെയ്തത്. ഇതിനിടെ ഒരു കാര്യം കൂടി ഇന്നലെ സംഭവിച്ചിരുന്നു, നമ്മളത് കൊടുത്തതാണ്. ഈ രാഷ്ട്രപതിക്ക് യുവനടി ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതായത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോയിട്ടും തൻ്റെ ഈ മോശപ്പെട്ട ദൃശ്യങ്ങളടങ്ങിയ, തന്നെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ ആ മെമ്മറി കാർഡ് ചോർന്നതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടായില്ല എന്നുള്ളതാണ് യുവനടിയുടെ ആരോപണം. അതിൽ ഇടപെടലൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അതിൽ കൂടി എന്തെങ്കിലുമൊക്കെ ഇടപെടൽ ഉണ്ടാകുമോ ഈ വിചാരണാ ഘട്ടത്തിൽ എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ആരംഭിക്കുകയാണ്. അക്കാര്യത്തിൽ വേഗം കേസ് തീരട്ടെ എന്ന് ആശിക്കാം. ഇതിനിയും നീണ്ടുപോകാതെ ഗണപതി കല്യാണം പോലെ നാളെയാണ് എന്ന് പറയാതെ എത്രയും വേഗം തീരട്ടെ എന്ന് ആശ്വസിക്കാം. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് ബാബുമോൻ പറഞ്ഞു, ശ്രീകണ്ഠ അതിൻ്റെ വളിച്ച തമാശ എന്തൊരു വെറുപ്പിക്കലാണെന്ന് ചോദിക്കുന്നു. പേര് ബാബുമോൻ, അപ്പോൾ പിന്നൊന്നും പറയണ്ടല്ലോ. സേതുബന്ധൻ എന്ന് പണ്ടൊരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയിൽ ഒരു പാട്ടുണ്ട്, ഒരു നിമിഷത്തിൽ പിണങ്ങും മറുനിമിഷം കൊണ്ട് ഇണങ്ങും, ചിരിയുടെ തിരയില പരിഭവം അലിയും. അതുപോലെ ബാബുമോനും ഞാനും കൂടെയുള്ള പരിപാലിയും. എൻ്റെ ബാബുമോനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഈ വളിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഈ തമാശ കൊണ്ടാണ് ഈ 40 കൊല്ലം ഞാൻ പിടിച്ചു നിന്നത്. ബാബുമോനും ആ വഴി സഞ്ചരിച്ചു നോക്കി, ചിലപ്പോൾ രക്ഷപ്പെടും.